Hallo Leute, guten Tag. Ich heiße Jerins Karya Pradeep. ഓക്കെ, നമ്മൾ ആ ഐൻസിൽ ഡാറ്റീവ് പ്രപ്പോസിഷൻ പഠിക്കും അല്ലേ? ഡാറ്റീവ് കേസ്. അതിൽ നമുക്ക് എത്ര പ്രപ്പോസിഷൻ ഉണ്ട്? 9 പ്രപ്പോസിഷൻസ് ഉണ്ട്. അതിലെ 2 പ്രപ്പോസിഷൻസിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. ഒരെണ്ണം നാഹ്, ഒരെണ്ണം സു. നമുക്ക് എപ്പോഴും ഉള്ള ഡൗട്ടാണ് എവിടെ നമുക്ക് സെൻറ്റൻസ് വരുമ്പോഴത്തേക്കും നാഹ് അല്ലെങ്കിൽ സു യൂസ് ചെയ്യണമെന്ന്. രണ്ടിനെയും മീനിങ് ടു അല്ലെങ്കിൽ ടൂവേഴ്സ് ഉള്ള മീനിങ് വരുന്നത്. നമുക്ക് എപ്പോഴും വരുന്ന ഡൗട്ടാണ് നാഹാണോ സു ആണോ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാഹും സൂവും തമ്മിലുള്ള ഡിഫറൻസിനെ പറ്റിയാണ്. ഫസ്റ്റ് വൺ ഈസ് നാഹ്. ഇറ്റ് മീൻസ് ടു ഓർ ടുവേഴ്സ്. നാഹ് എവിടെ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് 4 കേസസ് ഉണ്ട്. ഫസ്റ്റ് കേസാണ് ലെയിൻഡർ ഓൺ എ ആർട്ടിക്കിൾ, അതായത് കൺട്രീസ് വിത്തൗട്ട് ആർട്ടിക്കിൾ. നമ്മൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുമ്പോഴത്തേക്കും ഒരുപാട് ആർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുക അല്ലേ? അപ്പോൾ ചില കൺട്രീസ് എന്തായിരിക്കും ആർട്ടിക്കിൾസ് ഉണ്ടാവും, പക്ഷേ ചിലതിന് എന്തായിരിക്കും ആർട്ടിക്കിൾസ് ഇല്ലായിരിക്കും. അപ്പോൾ ആർട്ടിക്കിൾസ് ഇല്ലാത്ത 2 കൺട്രീസ് പറയുകയാണെങ്കിൽ ഡോയ്ച്ച്ലാൻഡ് പിന്നെ റൂസ്ലാൻഡ്. അപ്പം സും ബൈസ്പിൽ ഈച്ച് ഫാറെ നാഹ് ഡോയ്ച്ച്ലാൻഡ് അല്ലെങ്കിൽ സീഫെയർ നാഹ് റൂസ്ലാൻഡ്. ആർട്ടിക്കിൾസ് ഇല്ലാത്ത കൺട്രീസ് വരുമ്പോഴത്തേക്കും നമുക്ക് നാഹ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. സെക്കൻഡ് കേസാണ് സ്റ്റേറ്റ് ഓൺ എ ആർട്ടിക്കിൾ, അതായത് സിറ്റീസ് വിത്തൗട്ട് ആർട്ടിക്കിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺട്രീസ് എന്താണ് ആർട്ടിക്കിൾ ഇല്ലാത്ത കൺട്രീസ് വരുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് നാഹ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ആർട്ടിക്കിൾസ് ഇല്ലാത്ത സ്റ്റേറ്റ് വരുവാണെങ്കിൽ നാഹ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാൻ പറ്റും. സും ബൈസ്പിൽ ഇഷ് ഫ്ലീഗെ നാഹ് ബെർലിൻ. ഐ ആം ഫ്ലൈങ് ടു ബെർലിൻ. തേർഡ് കേസാണ് ഹിമ്മൽസ് റിഷ്ടungen, അതായത് കോമ്പസ് പോയിൻറ്റ്സ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നോർഡൻ, സ്വീഡൻ, വെസ്റ്റേൺ, ഓസ്റ്റൻ, അതായത് നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ് ഇങ്ങനത്തെ ഡയറക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് നാഹ് എന്ന പ്രപ്പോസിഷൻ ആണ് യൂസ് ചെയ്യുന്നത്. സും ബൈസ്പിൽ സി ഫെയർട്ട് നാഹ് സ്വീഡൻ. ആൻഡ് ദ ഫോർത്ത് കേസ് ഈസ് റിഷ്ടungen, അതായത് ഡയറക്ഷൻസ്. ഫോർനെ ലിങ്ക്സ് ഹിൻഡർ റെസ്റ്റ്, അതായത് ഫ്രണ്ട്, ബാക്ക്, ലെഫ്റ്റ്, റൈറ്റ്. നമുക്ക് ഇങ്ങനത്തെ അതായത് ഡയറക്ഷൻസ് ഫ്രണ്ട്, ബാക്ക് എന്നുള്ള ഡയറക്ഷൻസ് ഒക്കെ വരുവാണെങ്കിൽ നമുക്ക് സെയിം ആയിട്ട് എന്താണ് നാഹ് എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സും ബൈസ്പിൽ ദി നെക്സ്റ്റ് സ്ട്രാസെ ഈസ് നാഹ് ലിങ്ക്സ്. ദി നെക്സ്റ്റ് സ്ട്രീറ്റ് ഈസ് ആഫ്റ്റർ ലെഫ്റ്റ്. അറ്റ് ലാസ്റ്റ് നാഹിൻ്റെ കേസിൽ നമുക്കൊരു എക്സെപ്ഷൻ വരുന്നുണ്ട് കേട്ടോ, അതായത് ഒരു ഔസ്നാമേ വരുന്നുണ്ട്. ടു ഹൗസ്, അതായത് നമ്മൾ ടു ഹൗസ് എന്ന് ഒരു സെൻറ്റൻസിൽ വരുവാണെങ്കിൽ നമുക്ക് എപ്പോഴും അവിടെ പ്രപ്പോസിഷൻ വരുന്നത് നാഹ് ആയിരിക്കും. സും ബൈസ്പിൽ സി ഗെയിൻ നാ ഹൗസെ. ദേ ആർ ഗോയിങ് ടു ഹൗസ്. അല്ലാതെ എവിടെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ സാധാരണ സൂ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ഹൗസ് വരുമ്പോൾ മാത്രം എന്തായിരിക്കും ടു ഹൗസ് വരുവാണെങ്കിൽ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന പ്രപ്പോസിഷൻ നാഹ് ആയിരിക്കും. നമ്മുടെ അടുത്ത പ്രപ്പോസിഷൻ ആണ് സു, വിച്ച് മീൻസ് ടു ഓർ അറ്റ്. ഇതിനകത്ത് നമുക്ക് എന്താണ് നാഹ് പഠിച്ച പോലെ തന്നെ കുറച്ച് കേസസ് ഉണ്ട്. അതിൽ ഒരു ഫസ്റ്റ് കേസാണ് പെർസോണൽ, അതായത് നമ്മുടെ പേഴ്സൺസ്, അതായത് ആളുകളുടെ അടുത്തേക്ക് പോവുകയാണെങ്കിൽ എന്താണ് നമുക്ക് സു എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർസ്റ്റ്, ഓപ്പ, ഓമ, അല്ലെ പിന്നെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ അനീറ്റ, ലിസ അങ്ങനെയൊക്കെ പറയത്തില്ലേ. നമ്മുടെ ആളുകളുടെ അടുത്തേക്ക് പോകുമ്പോഴത്തേക്ക് എന്താണ് ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. സും ബൈസ്പിൽ ഇഷ് ഗേ സും ആർസ്റ്റ്. ഇതിനകത്ത് സും ആർസ്റ്റ് ആണ് വന്നേക്കുന്നത്. ആർസ്റ്റിൻ്റെ ആർട്ടിക്കിൾ ദേർ ആണ്. എന്താണ് സു എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റീവ് പ്രപ്പോസിഷൻ ആണ്. അപ്പോൾ എന്താണ് ആർസ്റ്റും അത് ഡാറ്റയിലേക്ക് മാറും. സോ ദേർ എന്തായി ദേം ആയി. സു പ്ലസ് ദേം സും ആയി. അങ്ങനെയാണ് ഇഷ് ഗേ സും ആർസ്റ്റ്. സെക്കൻഡ് കേസാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. അതായത് നമ്മൾ ബാങ്ക്, സ്കൂള്, പോസ്റ്റ് ഓഫീസ് ഇവിടെയൊക്കെ പോകുമ്പോൾ എന്താണ് ഇതൊക്കെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് സു എന്ന് പറഞ്ഞ പ്രപ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സും ബൈസ്പിൽ ദു ഗേസ്റ്റ് സുവർ ബാങ്ക്, അതായത് ബാങ്കിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ദി ആണ്. അതെന്തായി ഡാറ്റയിലോട്ട് മാറിയപ്പോഴത്തേക്കും ദെയർ ആയി. സു പ്ലസ് ദെയർ സുവർ ആയി. അങ്ങനെയാണ് വരുന്നത് ദു ഗേസ്റ്റ് സുവർ ബാങ്ക്. തേർഡ് കേസാണ് പെർ അൻസ്റ്റാൾട്ടുങ്ങൻ, അതായത് ഇവൻറ്റ്സ്. ഇവൻറ്റ്സ് മീൻസ് അതായത് കോൺസേർട്ട്, പാർട്ടി ഇതിലൊക്കെ പോകുമ്പോഴത്തേക്ക് എന്താണ് നമ്മൾ സു എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സും ബൈസ്പിൽ സി ഗേറ്റ് സുവർ ഹോക്സൈറ്റ്, അതായത് ഹോക്സൈറ്റിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്താണ് വെഡ്ഡിങ് എന്നാണ്. അതെന്താണ് ഒരു പാർട്ടി. അപ്പം നമുക്ക് എന്താണ് സു എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. ഇതിനകത്ത് ഹോക്സൈറ്റിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ദി ആണ്. അതെന്തായി ഡാറ്റീവ് ആയപ്പോഴത്തേക്കും ദെയറായി, അപ്പോൾ സുവറായി. അങ്ങനെയാണ് സി ഗേറ്റ് സുവർ ഹോക്സൈറ്റ്. അടുത്ത കേസാണ് ആക്ടിവിറ്റേറ്റൻ. ആക്ടിവിറ്റേറ്റൻ മീൻസ് ആക്ടിവിറ്റീസ്, അതായത് സ്പോർട്ട്, ആർബൈറ്റ് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനൊക്കെ എന്താണ് നമുക്ക് സു എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാനായിട്ട് പറ്റും. സും ബൈസ്പിൽ വിയർ ഗെയിൻ സും യോഗ. ഇതിനകത്ത് യോഗയുടെ ആർട്ടിക്കിൾ വരുന്നത് ദസ് ആണ്. ദസ് എന്തായി ഡാറ്റയിലേക്ക് മാറിയപ്പോഴേക്കും ദേമായി. അങ്ങനെയാണ് സു പ്ലസ് ദേം സും ആയത്. വിയർ ഗെയിൻ
സും യോഗ. യോഗ എന്താണ്? ഒരു സ്പോർട്ടാണ്, അതുകൊണ്ടാണ്, അല്ലെ എന്താണ്, ഒരു ആക്ടിവിറ്റി എന്ന് പറയാം. അതുകൊണ്ടാണ് നമ്മൾ അവിടെ സു എന്ന പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ ലാസ്റ്റ് കേസാണ് ഓർട്ടെ വൈറ്റർ എൻഫ്രണ്ട്, അതായത് പ്ലേസസ് ഫർദർ എവേ. നമ്മുടെ തൊട്ടടുത്തുള്ള പ്ലേസസിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് നമുക്ക് സു എന്നുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. അതായത് ടൗൺസ്, വില്ലേജസ്, ലൊക്കാലിറ്റീസ്, പിന്നെ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ പറയാം, പിന്നെ എയർപോർട്ട് പറയാം. അതായത് നമ്മുടെ തൊട്ട് ഫർദർ അവേ ആയിട്ടുള്ള എന്താണ്, എവിടെ പോയാലും നമുക്ക് സു എന്ന് പറഞ്ഞിട്ടുള്ള പ്രപ്പോസിഷൻ യൂസ് ചെയ്യാം. സും ബൈഷ്പി ഇഷ് ഗേ സും ഫ്ലുഗ്ഹാഫൻ, അതായത് ഫ്ലുഗ്ഹാഫൻ എന്ന് പറയുമ്പോഴത്തേക്കും എയർപോർട്ട് എന്നാണ് മീനിങ്. അതിൻ്റെ ആർട്ടിക്കിൾ വരുന്നത് ദേർ ആണ്. അപ്പോൾ സും ഫ്ലുഗ്ഹാഫൻ വരാനുള്ള കാരണം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ദേർ ഡാറ്റയിലേക്ക് ആയപ്പോഴത്തേക്കും ദേമായി, അപ്പോൾ സു പ്ലസ് ദേം സുമ്മായി. അങ്ങനെയാണ് ഇഷ് ഗേ സും ഫ്ലുഗ്ഹാഫൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കിയ 2 പ്രപ്പോസിഷൻ നാഹ് und സു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് കാണുന്നതാണ് വരെ ബിസ് സ്പേറ്റർ. ജർമ്മൻ B2 ഇനി ഉറപ്പായും ജയിക്കും. നീതൂസ് ജർമ്മൻ ക്യാമ്പസിലൂടെ.